പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ മനഃശാസ്ത്രത്തിലൂടെ, സൈക്കോളജിയിലൂടെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 5ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സംശയരോഗത്തെക്കുറിച്ച് പഠിച്ചു, മനസ്സിലാക്കി. മനുഷ്യൻ്റെ സ്വഭാവത്തിലെ വ്യക്തിത്വത്തിൻ്റെ വൈകല്യങ്ങൾ 3 ഗ്രൂപ്പുകളിലായിട്ട് 10 തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേൾക്കണം. ആമുഖത്തിലും വ്യക്തിത്വത്തിലും വ്യക്തിത്വ വൈകല്യങ്ങൾ, ഇങ്ങനെയുള്ള ആദ്യത്തെ 3 ക്ലാസ്സുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വ്യക്തിത്വ വൈകല്യങ്ങൾ 3 ഗ്രൂപ്പിലായിട്ട് 10 എണ്ണമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഗ്രൂപ്പ് 1 പാരനോയിഡ് പേഴ്സണാലിറ്റി അഥവാ സംശയരോഗത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇതുവരെയും കൊച്ചുത്രേസ്യ സ്പിരിച്വൽ സെൻറ്ററിന് വേണ്ടി നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് നമ്മെ തന്നെ അറിയാനായിട്ട്, നമ്മെ ആഴത്തിൽ അറിയുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഒരു വലിയ പ്രചോദനമാകുവാൻ വേണ്ടിയാണ് ഈ യാത്ര നമ്മൾ നടത്തുന്നത്. ഇപ്പം മാനസിക വൈകല്യങ്ങൾ 3 ഗ്രൂപ്പുകളിലായിട്ട് 10 എണ്ണമുണ്ട്. അതിൽ 1ാമത്തെ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സംശയരോഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. ഇന്ന് വ്യക്തിത്വ വൈകല്യങ്ങളുടെ 1ാമത്തെ ഗ്രൂപ്പിലെ 2ാമത്തേതായിട്ടുള്ള സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി അഥവാ അകന്നു നിൽക്കുന്ന സ്വഭാവ വൈകല്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, 1ാമത്തെ ഗ്രൂപ്പിൻ്റെ തന്നെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവായിട്ട് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ഒറ്റപ്പെട്ട് നിൽക്കുക, വികാരങ്ങളെ പ്രകടിപ്പിക്കാതിരിക്കുക. സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും ഒക്കെ ഒരേ പ്രത്യേക ഭാവമായിരിക്കും. അതങ്ങനെ പ്രകടിപ്പിക്കാത്തവരായിരിക്കും ഇവരെന്നാണ് പൊതുവിൽ പറയുന്നത്. സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റിക്കാർക്ക് ഒത്തിരി കൂടി പ്രത്യേകതയുണ്ട്. ഇവർ സമൂഹമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നേയില്ല. എപ്പോഴും തന്നെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. ഇവർക്ക് സുഹൃത്തുക്കളൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. അതായത് സുഹൃത്തുക്കൾ ഉണ്ടാകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഇവർ തിരഞ്ഞെടുക്കുന്ന ജോലികൾ, ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇവർ ഏകാന്തതയിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമുക്കറിയാം, ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ അമേരിക്കയുടെ സൈക്കാട്രിക് അസോസിയേഷൻ്റെ മാനദണ്ഡമാണ് DSM. ഇപ്പോൾ DSM-5 ടെക്സ്റ്റ് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1952 മുതൽ ലോകമെമ്പാടുമുള്ളവർ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ടെക്സ്റ്റിനെയാണ് ഫോളോ ചെയ്യുന്നത്, അനുധാവനം ചെയ്യുന്നത്. അല്ലാതെ ലോകാരോഗ്യ സംഘടനയുടെ ISD എന്ന മറ്റൊരു മാനദണ്ഡമുണ്ട്. അതായത് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ലോകാരോഗ്യ സംഘടന പറയുന്ന മറ്റൊരു പോയിൻ്റ് കൂടിയുണ്ട് നമ്മുടെ സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റിയെക്കുറിച്ച്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഭയങ്കര ഫാൻറ്റസി, സ്വപ്നലോകത്ത് ജീവിക്കുന്നവരാണെന്ന് പറയുന്നത്. എപ്പോഴും സ്വപ്നം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണെന്നാണ് പറയുന്നത്. 2 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ഒരിക്കലും അതിരാവിലെ ഞാൻ കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന ഇടങ്ങളിൽ ഒന്നിൽ ഒരു അപ്പച്ചൻ എന്നെ കാത്തു നിന്നു. ഏകദേശം അപ്പച്ചൻ അതിരാവിലെ വന്നു. അപ്പോൾ 6 മണിക്ക് ഞാൻ വരുമെന്ന് അപ്പച്ചൻ അറിയാം. അപ്പച്ചൻ അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കി 6 മണിക്ക് മുമ്പേ വന്ന് നിൽക്കുകയാണ്. അപ്പച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പച്ചനെ മുറിയിലേക്ക് ക്ഷണിച്ചു. അപ്പച്ചനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു.
അപ്പച്ചൻ്റെ മകനെക്കുറിച്ച് പറയുവാനായിട്ടാണ് വന്നത്. അപ്പച്ചൻ്റെ മകൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുകയേയില്ല. അപ്പോൾ ഇവർ മകൻ എന്താ എടുക്കണമെന്ന് അറിയാനായിട്ട് ഇവർ നമ്മുടെ താക്കോൽ പഴുതുകളിലൂടെയൊക്കെ നോക്കുമായിരുന്നത്രേ. അപ്പോഴാ മുറിയിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തന്നെ വരുന്നത്. അപ്പം മകൻ്റെ ഈ അവസ്ഥ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായെന്ന് പറയണം. ആരും ഇല്ലാത്തപ്പോൾ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് അങ്ങ് പോകും. അധികം സംസാരമൊന്നുമില്ല, എപ്പോഴും മുറിയിൽ ഇങ്ങനെ കുത്തിരിക്കുക. അപ്പോൾ ഈ അപ്പച്ചൻ എന്നോട് ചോദിക്കുന്നത് ഇതുവല്ല പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളാണോ എന്നാണ്. അപ്പച്ചൻ്റെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം, പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾക്കൊക്കെ കാരണമെന്ന്. അതുകൊണ്ടാണ് അപ്പച്ചൻ ഭയപ്പെട്ട് ചോദിച്ചാ ഇതുവല്ല പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളോ അല്ല മറ്റതോ ആണോ? അപ്പച്ചൻ തന്നെ അപ്പച്ചൻ്റെ ബന്ധുക്കളൊക്കെ കൂടി മകനൊരുക്കുക പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയത്രേ. ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു. അങ്ങനെ അദ്ദേഹം എന്തോ മരുന്നൊക്കെ നിർദ്ദേശിച്ചു. അപ്പം അതുകൊണ്ട് ഈ മകന് കുറച്ചുകൂടി ദേഷ്യം കൂടുകയാണ് ചെയ്തത് മാതാപിതാക്കളോടും. അതുപോലെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയാനായിട്ട് ബന്ധത്തിൽ ഏറ്റവും അടുത്ത ബന്ധത്തിൽ ഏതോ ഒരു സഹോദരിയുടെ മകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവന് ബന്ധങ്ങളേ ഇല്ല. അപ്പം അവൻ അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുകയാണ്. അപ്പം എനിക്കൊന്ന് സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അവർ തന്ന ഫോണിൽ വിളിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞിരുന്നു ഇവൻ ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്ന്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഇവൻ ഫോൺ എടുത്തു. അപ്പം ഞാനിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഇങ്ങനെ അപ്പച്ചൻ വന്നിട്ടുണ്ടായിരുന്നു, തന്നെക്കുറിച്ചൊക്കെ പറഞ്ഞു, താൻ മിടുക്കനായിട്ടുള്ളൊരു പയ്യനാണെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അങ്ങനെ അധികം പുറത്തിറങ്ങാറൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് അവനോട് പറഞ്ഞു ഒരു ദിവസം അച്ഛനെ കാണാനായിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഇപ്രകാരമാണ്: ചികിത്സ വേണ്ടത്, ഉപദേശം വേണ്ടത് അപ്പച്ചനും അമ്മച്ചിക്കുമാണ്, എനിക്കല്ല അച്ഛ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അവരെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം. അപ്പം ഞാൻ അവനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ പറഞ്ഞ ഇപ്രകാരമാണ്: ഇതുപോലെ എന്നോട് ഫ്രണ്ട്ലി ആയിട്ട് ഡോക്ടേഴ്സൊന്നും സംസാരിച്ചതായിട്ട് അവൻ ഓർക്കുന്നില്ല അത്രേ. അവനുടെ ഏതോ ഡോക്ടേഴ്സിനെ ഈ അപ്പച്ചനും അമ്മച്ചിയെ കൂടി കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോഴേ വളരെ പരുഷമായിട്ട് അവർ സംസാരിച്ചു എന്നാണ് അവൻ്റെ ഭാഷ്യം. നമുക്കറിയാം അവൻ ഏതവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ ചെന്നത്. ഇവൻ്റെ മനോഭാവമായിരുന്നോ അതോ ഡോക്ടേഴ്സിൻ്റെ മനോഭാവമായിരുന്നോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവൻ്റെ ആ ഭാഷ്യത്തിൽ അവന് യാതൊരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവനും മാതാപിതാക്കൾക്കും പിന്നെ ഇവന് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കുമാണ്. ഇവൻ പറയുന്നത് നാട്ടിൽ മുഴുവനും മാതാപിതാക്കൾ പറഞ്ഞു വരുത്തി ഞാനിങ്ങനെ എപ്പോഴും മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ പുറത്തിറങ്ങാനായിട്ട് പറ്റുന്നില്ല. അതൊക്കെയാണ് അവൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവൻ പറയുന്നത്. എല്ലാത്തിനും തൻ്റേതായിട്ടുള്ളൊരു ഡിഫെൻസ് മെക്കാനിസം എന്നൊക്കെ പറയില്ലേ, അതാണ് അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവനെക്കുറിച്ച് അധികം കേൾക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഇതുപോലെയാണ് മറ്റൊരു അപ്പച്ചൻ, മകൻ്റെ അപ്പൻ മകനെയും കൊണ്ടുവന്നു. അപ്പോൾ കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു 20 വയസ്സ് കഴിയാതെ നമ്മൾ തന്നെ കാണുകയില്ല മക്കളെ. അപ്പോൾ അതാണ് സൈക്കോളജിസ്റ്റിൻ്റെ നമ്മുടെ നിയമങ്ങളിലൊന്നും അതാണ്, 20 വയസ്സിന് മേലെയുള്ളവർ മാത്രമാണ് തനിയെ കാണാൻ പാടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് അപ്പച്ചനെയും കൂട്ടിയിരുന്നു ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഇവൻ കാര്യമായിട്ട് സംസാരിക്കണമൊന്നുമില്ല. അപ്പോൾ ഈ അപ്പച്ചൻ ചോദിച്ചു ഞാൻ പുറത്ത് പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവന് 18 വയസ്സായില്ലല്ലോ, 20 വയസ്സ് കഴിഞ്ഞാലാണ് തന്നെ ഇരുത്തി കാണുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ നിയമം അതാണ്. അതിനാൽ അപ്പച്ചനും കൂടി ഇരിക്കാൻ പറഞ്ഞു. അവന് ആകെ പറയാൻ ഇത്രയേ ഉള്ളൂ, എനിക്ക് തന്നെ ഇരിക്കണതാണ് ഇഷ്ടം. മൊബൈലൊക്കെ നോക്കി വീട്ടിലങ്ങനെ കുത്തിരിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവൻ കാര്യമായിട്ട് പ്രതികരിക്കുകയൊന്നുമില്ല. അപ്പം ഇത്തരക്കാരുടെ പ്രത്യേകത അതാണ്, കാര്യമായിട്ട് പ്രതികരിക്കില്ല. ഇനി അവർക്ക് വല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല കുട്ടിയാണ്, നല്ല മാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സന്തോഷവുമില്ല, ആ പ്രോത്സാഹനത്തിനനുസരിച്ചുള്ളൊരു പ്രതികരണവും ഇല്ല. എല്ലാത്തിനും ഒരു സാമട്ടെന്ന് പറയില്ല, ഒരു ഇൻഡിഫറൻ്റ് ആയിരിക്കും ഇവരെല്ലാ കാര്യത്തിലും കാണിക്കുക. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല പല കാരണങ്ങളാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ചെറുപ്പത്തിലെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ വിമുഖമായിട്ടുള്ള നെഗ്ലിജൻസ് എന്ന് പറയുന്നത്, അവർ കാര്യമായിട്ട് ആ കുട്ടിയെ കണക്കാക്കിയിട്ടുണ്ടാവുകയില്ല എന്നുള്ളതാണ്.
അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അബ്യൂസസ് ഒക്കെ ഈ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ സ്കൂൾ തലങ്ങളിലായാലും മറ്റുള്ളവരെപ്പോഴും കളിയാക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെപ്പോഴും ഒഴിവാക്കുന്നു. കുട്ടി എന്തെങ്കിലും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയോ ഉത്തരം പറയുകയോ എന്തൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കുട്ടി ചിരിക്കുന്നു. ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് അവന് ലഭിച്ച ചിലപ്പോൾ ദുരനുഭവങ്ങളായിരിക്കാം ഈ കുട്ടി ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് വരാനായിട്ട് കാരണമായിട്ട് തീർന്നത്. ഇനിയിപ്പോൾ സൈബർ സൈക്കോളജിയുടെ ഒരു കാലഘട്ടമാണല്ലോ. മക്കളെല്ലാം ഡിജിറ്റൽ വേൾഡിലേക്ക് പോകുന്നു. മീഡിയ, ഗെയിമുകൾ, ഇൻ്റർനെറ്റ്, അതിലെല്ലാം നമുക്കറിയാം പൊതുവായിട്ട് എല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്നാണ് കാണുന്നത്. അത് ഒരാശ്വാസമായിട്ടും കാണുന്നവരുണ്ട്. പക്ഷേ ഇതിന് ഒരു മറുവശമുള്ളത്, ഇത് തന്നിലേക്ക് തന്നെ തിരിയുവാനായിട്ട്, അതായത് വേറെ ആരും വേണ്ട. ഇപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഗെയിം മാത്രമാണ് അവരുടെ ചിന്ത. എനിക്ക് ഒരു സുഹൃത്തിനെ അറിയാം. ആ സുഹൃത്തിനെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ആ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ വിളിക്കാം. അപ്പോൾ അതാണ് ഗെയിം, അങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ ഗെയിമിന് അഡിക്റ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ മീഡിയയിൽ മറ്റേതെങ്കിലും സൈറ്റിന് അഡിക്റ്റ് ആകുമ്പോഴും ഇത് ഇങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ അവസ്ഥയിലേക്കൊക്കെ കടന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജനിതകമായിട്ടുള്ള കാരണങ്ങളും നമുക്ക് പിൻവലിക്കാവുന്നതല്ല. ജനിതകമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൻ അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അമ്മ അങ്ങനെയായിരിക്കാം. ഇപ്പോൾ ഒരു കുടുംബത്തെ എനിക്കറിയാം. ആ കുടുംബത്ത് അപ്പൻ ജോലിക്ക് പോകുന്നു, അമ്മ ജോലിക്ക് പോകുന്നു, രണ്ടുപേരും തിരിച്ചു വരുന്നു. കാര്യമായിട്ട് കുടുംബത്തെ സംസാരമൊന്നുമില്ല. ഭക്ഷണം പാകം ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവരവരുടെ മുറിയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയും ഈ സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റിയിലേക്ക് ഒരു കുട്ടി പോകാനായിട്ട് കാരണം? അപ്പോൾ ശൈശവകാലം ഒരു പരിധിവരെ അവൻ അതിനെ സ്വാധീനിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ കൗമാരക്കാലവും യൗവനകാലവുമാണ് ഇതിനെ കൂടുതലായിട്ട് സ്വാധീനിക്കുക. ഇപ്പോൾ നമുക്ക് സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ടൈപ്പ്, സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ടൈപ്പ്, അപ്പം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചു. സ്കിറ്റ്സോയിഡ് ഒരു വ്യക്തിത്വമാണോ, അതായത് അകന്നു നിൽക്കുന്നത് ഒരു വ്യക്തിത്വമാണോ അതൊരു വ്യക്തിത്വ വൈകല്യമാണോ എന്ന് ചോദിച്ചപ്പോൾ പൊതുവായിട്ടുള്ള പഠനത്തിൽ നിന്ന് കാണുന്നത് അതൊരു വ്യക്തിത്വ വൈകല്യം തന്നെയാണ്. കാരണം ഒരു വ്യക്തിത്വമായിട്ട് അതിനെ കണക്കാക്കാനായിട്ട് സാധിക്കില്ല. കാരണം സമൂഹമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുക, എപ്പോഴും ഒറ്റയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുക, വികാരങ്ങളൊക്കെ ഉണ്ടായാൽ അത് പ്രകടിപ്പിക്കാതിരിക്കുക. ഇനി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്ന ജോലിയാണെങ്കിൽ അതിലൊത്തിരി സന്തോഷം കണ്ടെത്തുക. ഇനി ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുക. പിന്നെ ഏതോ ഒരു സ്വപ്ന ലോകത്ത് ഇങ്ങനെ ജീവിക്കുക. അപ്പോൾ ഇവർക്ക് വിവാഹത്തോടൊപ്പം താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളോടൊക്കെയുള്ള ഇവരുടെ സമീപനം വളരെ കുറച്ചേ ഉള്ളൂ. വിവാഹം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100-ൽ 10 പേരൊക്കെയാണ് അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് മുതിരുക. പക്ഷേ വൈവാഹിക ബന്ധങ്ങൾ, ലൈംഗിക ബന്ധങ്ങളിലൂടെയൊക്കെ താല്പര്യം വളരെ ലിമിറ്റഡ്, വളരെ പരിമിതമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ വിവാഹ ബന്ധങ്ങൾക്ക് അല്ലപോലെ സാമൂഹിക ബന്ധങ്ങൾക്കൊന്നും വളരെ താല്പര്യം കാണിക്കാത്തവരാണ്. അപ്പോൾ സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ്, സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മാനസിക വൈകല്യങ്ങളുടെ ആദ്യ ഗ്രൂപ്പിലെ രണ്ടാമത്തേതാണെന്ന് മനസ്സിലാക്കണം. പാരനോയിഡ് പേഴ്സണാലിറ്റി പോലെ, സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ, ഇനി നമ്മൾ സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇങ്ങനെ 3 തരക്കാരെയാണ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ചേർത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് പൊതുവായിട്ട് തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു ബന്ധത്തിനും അവർക്ക് താല്പര്യം ഉണ്ടാവുകയില്ലെന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കാനായിട്ട് തന്നിലേക്ക് തന്നെ പിൻവലിയുന്നവരായിരിക്കും. പിന്നെ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അതിൽ കുറച്ച് ശക്തമായിട്ട് നിൽക്കുന്ന ഒരു തരക്കാരാണ് സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. അതായത് അകന്ന് നിൽക്കുന്ന സ്വഭാവ വൈകല്യങ്ങളുള്ളവർ. അവർക്ക്
ഇപ്പം കുടുംബ ബന്ധങ്ങൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു ബന്ധത്തിന് സാധ്യത ഉള്ളത് കുടുംബ ബന്ധമാണ്. അത് തന്നെ വളരെ പരിമിതമായിരിക്കും. കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒത്തിരി അടുപ്പമുണ്ടായിരിക്കും, കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട്. അതിൽ പരം വേറെ ഒന്നിനും അവർക്ക് താല്പര്യം ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഒരു സമൂഹത്തിലൊക്കെ ഒരു അത്യാവശ്യത്തിന് ഒരു കല്യാണത്തിനൊക്കെ ചെന്നാലും എല്ലാവരും മോനെ എന്തൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അപ്പം തന്നെ പിൻവലിയാനായിട്ടാണ് ആഗ്രഹിക്കുക. അല്ലെങ്കിൽ നല്ല മാർക്കൊക്കെ കിട്ടിയില്ല, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വികാരവും ഇല്ലാതെ അങ്ങനെ നിന്ന് കളയും. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ കാണാനായിട്ട് സാധിച്ചെന്ന് വരാം. അപ്പം ഞാൻ തുടക്കത്തിലെ വ്യക്തി വൈകല്യങ്ങളെക്കുറിച്ച് ഉള്ള ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. നമുക്ക് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ DSM എന്ന മാനദണ്ഡവും അതുപോലെ ലോക ആരോഗ്യ സംഘടനകളുടെ ICD എന്ന മാനദണ്ഡവും ഉപയോഗിച്ചാണ് ഒരു രോഗനിർണയം നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ പഠിക്കുന്നതെല്ലാം, ഞാനടക്കം പഠിക്കുന്നത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയായിട്ടാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവക്കങ്ങളിലോ നമ്മുടെ കൂട്ടുകാരുടെ ഇടയ്ക്കിലോ ആരെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളതാണെന്ന് പറയാനായിട്ട് നമുക്ക് അവകാശമില്ല. കാരണം ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഫ്രം അമേരിക്ക, അതുപോലെ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഫ്രം ലോകാരോഗ്യ സംഘടന, ഇത് രണ്ടിൻ്റെയും മാനദണ്ഡങ്ങളിൽ പറയുന്ന ക്രൈറ്റീരിയകൾ ഏത് വിധത്തിലൊക്കെ ആയിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനോ ഒരു സൈക്കോളജിസ്റ്റോ ആണ് ഔദ്യോഗികമായിട്ട് പഠനങ്ങൾ നടത്തി ടെസ്റ്റുകൾ നടത്തി അത് തന്നെയാണോ എന്ന് ഒരു തീരുമാനത്തിലെത്തുക. ഏത് കാലഘട്ടത്തിൽ തുടങ്ങി, ഏത് കാലഘട്ടത്തിലാണ് ഇത് വളർന്ന് വികസിച്ചത്, ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേജ് എന്താണ്, ലഘുവാണോ അതോ കഠിനമാണോ, മൈൽഡാണോ സിവിയർ ആണോ എന്നൊക്കെ തീരുമാനിക്കാനും നമുക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ വലിയ സഹായം ആവശ്യമാണ്. പിന്നെ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിലും വളരെ രോഗി, നമ്മൾ അറിയില്ല, രോഗിക്ക് രോഗത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ 50% രോഗത്തിന് സൗഖ്യമായി എന്ന്. അപ്പോൾ ആ പ്രസ്തുത കുട്ടിയോട് ഞാൻ പിന്നീട് വരാൻ പറഞ്ഞു, ഇനി വരുമ്പോൾ തന്നെ വരാൻ പറഞ്ഞു. അപ്പോൾ പക്ഷേ പിന്നീട് അപ്പനോ മകനോ വന്നില്ല എന്നുള്ളതാണ്. ഞാൻ അവൻ്റെ ഫോൺ നമ്പർ മേടിച്ചിട്ട് ഒരു മിസ് കോളൊക്കെ അടിച്ചു നോക്കി, പക്ഷെ അവൻ പ്രതികരിച്ചില്ല. അതാണ്, അവർക്ക് ബന്ധങ്ങളോട് ഒരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ അപ്പച്ചൻ്റെ അനുവാദത്തോടെ നമ്മൾ ആദ്യത്തെ കേസ് പറഞ്ഞില്ലേ, ആ കുട്ടിയെയും രണ്ടാമത് ഞാൻ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ കുട്ടി പ്രതികരിച്ചില്ല. അവർക്ക് ആ ബന്ധങ്ങളോട് താല്പര്യമില്ല, പിന്നെ അവരായിരിക്കുന്ന വലയത്തിൽ നിന്ന് പുറത്തു വരുവാനായിട്ടും അവർക്ക് ആഗ്രഹമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തിത്വ വൈകല്യങ്ങൾ 3 ഗ്രൂപ്പുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിലെ രണ്ടാമത്തെ തരക്കാരായിട്ടുള്ള സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുപോലെ എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക, ഒറ്റപ്പെട്ട് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുക, വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നതിൽ ഏറ്റവും താഴ്ന്ന തലത്തിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയില്ല എന്ന് നമുക്ക് പറയാം. സുഹൃത്ത് ബന്ധങ്ങളോട് താല്പര്യമില്ല, വ്യക്തിബന്ധങ്ങളോട് താല്പര്യമില്ല, തന്നെ ജോലി ചെയ്യുക, തന്നെ ആയിരിക്കുക, ഒരു സ്വപ്നലോകത്ത് ജീവിക്കുക, എല്ലാത്തിനോടും ഒരു അകൽച്ച കാണിക്കുക, അകൽച്ച അല്ലെങ്കിൽ ഒരു ഇൻഡിഫറൻസ് കാണിക്കുക. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുടെ ഒരു ആകെത്തുകയാണ് സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ അകന്ന് നിൽക്കുന്ന സ്വഭാവ വൈകല്യമുള്ളവരുടെ പ്രത്യേകതകൾ. വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണ്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ടാണ്, അല്ലാതെ ആരെയും വിധിക്കാൻ വേണ്ടിയല്ല. നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ആഴത്തിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാകുവാനായിട്ട്. ഇനി ഞാനാകുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളത്. ഇപ്പോൾ സൈബർ സൈക്കോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു മകനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവോ നമ്മുടെ കൂട്ടുകാരനോ ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. ഗെയിം അഡിക്ഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും മീഡിയയിലെ ഏതെങ്കിലും ഭാഗങ്ങളുടെ അഡിക്ഷനായിട്ട് കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. പക്ഷെ അതിൽ നിന്ന് അവനെ മോചിപ്പിച്ച് കൊണ്ടുവരുവാനായിട്ട് നമുക്കൊരു എത്രയും പെട്ടെന്നൊരു സൈക്കാട്രിസ്റ്റിൻ്റെയോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സഹായം തേടാനായിട്ട്, എന്തിനും
പ്രസ്തുത വ്യക്തിയുടെ അനുവാദം നമ്മൾ മേടിക്കേണ്ടതാണ്. ഞാൻ ഡി അഡിക്ഷൻ സെൻ്ററിലായിരുന്നപ്പോൾ ഒരിക്കൽ ഒരു കുട്ടിയെന്ന് പറയാൻ പറ്റില്ല, 19-20 വയസ്സോളം ഉണ്ട്. അവനെ കൈയും കാലും കെട്ടിയൊക്കെ അവനെ അവിടെ കൊണ്ടുവന്നു, ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുവന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ മായാത്തൊരു മുറിവായിരുന്നു അത്. എന്നും അവൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ കൂട്ടുകാരും എല്ലാവരും കാണുക, നാട്ടുകാരെല്ലാം കൂടി എന്നെ കൈയും കാലും കെട്ടി അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. ഇങ്ങനെ ഏൽക്കുന്ന മാനസിക മുറിവുകൾ ഉണങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരോടും അവന് മാനസികമായിട്ടുള്ളൊരു വിഷമമായിരിക്കും. മറിച്ച് അങ്ങനെയുള്ളവരെ ബോധ്യത്തോടെ ഞാൻ പോകാം, ഞാൻ വരാമെന്ന് പറഞ്ഞു വരുമ്പോഴാണ് ശരിക്കും അവർക്ക് നമ്മളെ കേൾക്കാനായിട്ടുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏത് രോഗാവസ്ഥയിലുള്ളവരാകട്ടെ നമുക്കവർക്ക് ബോധ്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ കേസും അങ്ങനെ തന്നെയാണ്. അവരെല്ലാവരും കൂടി നിർബന്ധിച്ച് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവച്ചെന്നു. അവനോട് മോശമായിട്ട് പെരുമാറി. രോഗം എനിക്കല്ല, എൻ്റെ മാതാപിതാക്കൾക്കും എന്നെ കൊണ്ടുപോയവർക്കുമാണ്. അവർ മുഴുവനും നാട് മുഴുവനും പറഞ്ഞ് പരത്തി ഞാനൊരു രോഗിയാണ്. ഇതൊക്കെയാണ് ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ. അപ്പം നമ്മളുടെ പ്രവർത്തനങ്ങൾ ഒരു രോഗിയെ അല്ലെങ്കിൽ രോഗാവസ്ഥയെ അല്ലെങ്കിൽ വളരെ ലഘുവായിട്ടുള്ള ഒരു സ്വഭാവ വൈകല്യത്തെ കഠിനമാക്കുന്നതാകാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഗത്തു നിന്ന് പ്രസ്തുത രോഗിയോട് മകനാകാം, സഹോദരനാകാം, കൂട്ടുകാരനാകാം, ബന്ധുവാകാം, ആരായാലും ബോധ്യങ്ങൾ നൽകാനായിട്ട് നമ്മുടെ രീതിയിൽ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ സാവകാശം ബോധ്യങ്ങൾ വരുത്തി യഥാർത്ഥത്തിൽ മകനെ, കൂട്ടുകാര അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ, നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞ് ബോധ്യങ്ങൾ നൽകി ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ സമീപിക്കുമ്പോൾ നമ്മൾക്ക് ഇനി അങ്ങനെ ഒരു രോഗാവസ്ഥയില്ലെങ്കിൽ അല്ലെങ്കിൽ തീരാത്ത മുറിവുകൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഭേദമായിട്ട് വ്യക്തിക്ക് അവരോട് സംസാരിക്കാനും ഇടപഴകാനും തൻ്റെ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടാനുമായിട്ടൊക്കെ സഹായകമായിട്ട് തീരും. അപ്പോൾ ഏത് കാര്യവും നമ്മൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റിയെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ചർച്ച ചെയ്യാം. അതുവരെയും ഈ നിമിഷം വരെ കൊച്ചു ത്രേസ്യ സ്പിരിച്വൽ സെൻ്റർ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. നമ്മൾക്ക് കൊച്ചു ത്രേസ്യ സ്പിരിച്വൽ സെൻ്ററിനെ വളർത്തിക്കൊണ്ടുവരണം. ഇതിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന അറിവുകളെ പ്രദാനം ചെയ്യുവാനായിട്ടാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.